ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ കണ്ട ഒരു സിനിമയെക്കുറിച്ചാണ്. വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അതെ, ഒരു മരണവീടിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ. അപ്പോ ഈ സിനിമയെപ്പറ്റിയുള്ള ഞങ്ങളെ ഒരു വിശകലനം, പിന്നെ ഒരു റേറ്റിംഗും അതാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. തീർച്ചയായും. ഇതൊരു പുതിയ സംവിധായകന്റെ പടമാണല്ലേ, എസ് വിപിൻ. ഒരു കോമഡി ഡ്രാമ. ഏകദേശം ഒരു 116 മിനിറ്റ് അല്ലേ, ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് വരും. കഥ നടക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ഗ്രാമത്തിലാണ്. തുടക്കം ഒരു അഞ്ജലി, അനശ്വര രാജന്റെ കഥാപാത്രം, അവരുടെ കല്യാണ നിശ്ചയ ഒരുക്കങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. പ്രതിശ്രുതവരൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല. അതോടൊപ്പം തന്നെ കോളേജിലെ ഒരു സീനിയർ സിജു സന്നിയുടെ കഥാപാത്രം സുഹൈൽ അഞ്ജലിയെ ശല്യം ചെയ്യുന്നുമുണ്ട്. അതെ, പെട്ടെന്നാണ് കഥ മാറുന്നത്. അഞ്ജലിയുടെ മുത്തശ്ശി മല്ലിക സുകുമാരൻ ചെയ്ത കഥാപാത്രം ഹൃദയാഘാതം വന്നു മരിക്കുന്നു. അതോടെ സിനിമയുടെ ഫോക്കസ് ആ മരണവീട്ടിലേക്കാവുന്നു. ശരിയാണ്. പിന്നീട് ആ വീട്ടിലെത്തുന്ന ബന്ധുക്കൾ, പിന്നെ അയൽക്കാർ, നാട്ടുകാർ, അവരിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. ഓരോരുത്തർക്കും ഓരോരോ താൽപ്പര്യങ്ങൾ. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റായിട്ട് എനിക്ക് തോന്നിയത് ശരിക്കും അതിലെ ഡാർക്ക് ഹ്യൂമറാണ്. അതെ, മരണവീട്ടിലെ ആ ഒരു ഗൗരവമുള്ള അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ട് നർമ്മം വരുന്നുണ്ട്. ഒട്ടും ഏച്ചു കെട്ടിയ പോലെ തോന്നിയില്ല. ഇല്ല, പ്രത്യേകിച്ച് കാര്യയോഗം പ്രസിഡന്റ് വേണു, ബൈജു സന്തോഷിന്റെ കഥാപാത്രം. ഓർക്കുന്നു പുള്ളിയുടെ ഓരോ പെരുമാറ്റങ്ങൾ. പിന്നെ ആ സുഹൈൽ മരണവീട്ടിൽ പോലും അഞ്ജലിയുടെ പുറകെ നടക്കുന്നത്. അതുപോലെ ജോമോൻ ജ്യോതിറിന്റെ ശക്തി. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? എനിക്ക് ചിരി വരുന്നുവെന്ന്. അതെ, അതൊക്കെ നല്ല ചിരിയുണർത്തുന്ന രംഗങ്ങളായിരുന്നു. അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വന്നാലോ? എടുത്തു പറയേണ്ടതാണ്, അനശ്വര രാജൻ അഞ്ജലിയായിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചു. ആ ഒരു സാഹചര്യത്തിലെ സമ്മർദ്ദങ്ങളൊക്കെ നേരിടുന്ന ഒരു പെൺകുട്ടിയെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. പിന്നെ മല്ലിക സുകുമാരൻ കുറച്ചു സമയമേ ഉള്ളൂവെങ്കിലും ആ കഥാപാത്രം മനസ്സിൽ നിൽക്കും. അവരുടെ ആ തിരുവനന്തപുരം ശൈലിയിലുള്ള സംസാരവും. അതും ശ്രദ്ധിച്ചു. ജോമോൻ ജ്യോതിറിന്റെ ശക്തിയും ശരിക്കും വേറിട്ടു നിന്നു. അതെ, സാജി സബാന, ബൈജു സന്തോഷ്, അസീസ് നെടുമങ്ങാട് എല്ലാവരും അവരവരുടെ റോളുകൾ നന്നായി ചെയ്തു. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് എങ്ങനെയുണ്ട്? ക്യാമറ, മ്യൂസിക് ഒക്കെ അതും നിലവാരം പുലർത്തിയിട്ടുണ്ട്. റഹീം അബൂബക്കറിന്റെ ഛായാഗ്രഹണം, ആ ഗ്രാമീണ ഭംഗിയും മരണവീടിന്റെ ഒരു മൂഡും നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട്. അങ്കിത് മേനോന്റെ സംഗീതം സിനിമയുടെ ആ ഡാർക്ക് ഹ്യൂമറിനും പിന്നെ ചില വൈകാരിക രംഗങ്ങൾക്കും ചേർന്നതായിരുന്നു. ആ മരണമാസം എന്ന പാട്ടില്ലേ, അത് കേട്ടോ. അത് ആവശ്യത്തിന് മാത്രം കറക്റ്റ് സ്ഥലത്ത് ഉപയോഗിച്ചത് നന്നായി തോന്നി. പ്രൊഡക്ഷൻ ഡിസൈനും ആ ഒരു കേരളീയ വീടിന്റെ അന്തരീക്ഷം റിയലിസ്റ്റിക്കായി കാണിച്ചു. പിന്നെ ഇതിനിടയിൽ ചില സാമൂഹിക കാര്യങ്ങൾ പറയാനും ശ്രമിക്കുന്നുണ്ടല്ലേ? അതെ, ഈ ലിംഗഭേദം, കുടുംബത്തിലെ പ്രതീക്ഷകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അഞ്ജലിയെപ്പോലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് തീരുമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതെന്നൊക്കെ നർമ്മത്തിലൂടെ പറയുന്നുണ്ട്. അതെ, പക്ഷേ എനിക്കൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയത് ആ വൈകാരിക തലമാണ്. ശരിയാണ്. മുത്തശ്ശിയുടെ മരണം അത്രയും പ്രധാനപ്പെട്ടൊരു സംഭവമായിട്ടും ആ ഒരു ദുഃഖം, ആ ഒരു നഷ്ടം, അത് പ്രേക്ഷകരിലേക്ക് അത്ര ആഴത്തിലെത്തിയോ എന്നെനിക്കൊരു സംശയം തോന്നി. ഞാനും യോജിക്കുന്നു. ആ രംഗങ്ങൾ കുറച്ചുകൂടി സമയമെടുക്കാമായിരുന്നു തോന്നി. കുറച്ച് വേഗത്തിൽ പോയ പോലെ. അതേപോലെ തന്നെ ക്ലൈമാക്സിലെ ആ രംഗം, ചിതയ്ക്ക് തീ കൊളുത്തുന്നത്, അതൊരു പക്ഷേ സ്ത്രീ ശാക്തീകരണം എന്ന നിലയിലാവാ ഉദ്ദേശിച്ചത്. പക്ഷെ അത് സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിൽ നിന്ന് അല്പം ഒരു മുഴച്ചു നിൽക്കുന്ന പോലെ തോന്നി. ശരിയാണ്, കുറച്ച് നാടകീയമായി പോയോ? അതെ, അതുവരെ സിനിമ പറയാൻ ശ്രമിച്ച കാര്യങ്ങളെ അത് കുറച്ചൊന്ന് ദുർബലപ്പെടുത്തിയോ എന്നും തോന്നിപ്പോയി. കുറച്ചുകൂടി സൂക്ഷ്മമായി പറയാമായിരുന്നു. പിന്നെ ചില കോമഡി രംഗങ്ങൾ, പ്രത്യേകിച്ച് സിനിമയുടെ ആദ്യ പകുതിയിൽ എനിക്കത്ര വർക്കായില്ല. ചില തമാശകൾക്കൊരു ആവർത്തന സ്വഭാവം വന്നോ എന്നും തോന്നി. അതെ, ചിലയിടങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈമയൗ പോലെയുള്ള സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സമാനമായ പ്രമേയം. അതെ, ഇതിന്റെ ഒരു ആഖ്യാനം കുറച്ചുകൂടി ലളിതമാണ്. സാമൂഹിക വിമർശനം അത്ര ആഴത്തിലേക്ക് പോയില്ല. കുറച്ച് ഉപരിപ്ലവമായി തോന്നി എന്ന് വേണേൽ പറയാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ വ്യസനസമേതം ബന്ധുമിത്രാദികൾ ഒരു മോശമല്ലാത്ത ഡാർക്ക് കോമഡി അനുഭവം തരുന്നുണ്ട്. തീർച്ചയായും ഒരു പുതിയ സംവിധായകന്റെ നല്ല ശ്രമമാണ്. ചിരിപ്പിക്കാനുള്ള രംഗങ്ങളുണ്ട്, നല്ല പ്രകടനങ്ങളുമുണ്ട്. അതെ,
പക്ഷേ ആ വൈകാരികമായ കാര്യങ്ങളിലും ക്ലൈമാക്സിലും ചില പ്രശ്നങ്ങളുണ്ട്. അത് മാറ്റി നിർത്തിയാൽ കണ്ടിരിക്കാവുന്ന സിനിമയാണ്. ഉറപ്പായും മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും പ്രത്യേകിച്ച് ഡാർക്ക് കോമഡി ഇഷ്ടപ്പെടുന്നവർക്കും ധൈര്യമായി കാണാം. ഞങ്ങളുടെ റേറ്റിംഗ് 5-ൽ ഒരു 3.5 ആണ് കൊടുക്കുന്നത്. അപ്പോ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രചോദനം നൽകുന്ന കഥകൾ വല്ലതും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങളുടെ ഇമെയിൽ ID theopenmicpodcasts@gmail.com. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.